വിശ്വാസം മങ്ങിയ കാലത്ത് സഭയ്ക്ക് വെളിച്ചമായ ഇടയനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അഭയാർത്ഥികളായി എത്തിയ കുടുംബത്തിൽ ജനിച്ച രോഗപീഠകളുടെ കൗമാരവും കടന്നായിരുന്നു ഹോർഹെ മരിയോ ബർഗോളിയോയുടെ ജീവിതയാത്ര. കത്തോലിക്ക സഭയുടെ 2000-ലധികം വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഫ്രാൻസിസ് എന്ന പേര് ഒരു മാർപ്പാപ്പ സ്വീകരിക്കുന്നത്. പാവങ്ങളുടെ പുണ്യാളൻ എന്നറിയപ്പെടുന്ന അസീസിലെ വിശുദ്ധന്റെ പേരാണ് ഫ്രാൻസിസ്. ആ പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് മാർപ്പാപ്പയായ ശേഷം വത്തിക്കാൻ കൊട്ടാരം വേണ്ടെന്ന് വെച്ച് അതിഥി മന്ദിരത്തിലെ സാധാരണ മുറിയിൽ താമസമാക്കിയ അദ്ദേഹം ഇറ്റലിയിൽ നിന്ന് അർജന്റീനയിലേക്ക് കുടിയേറിയ കുടുംബത്തിലെ മൂത്ത പുത്രനായി 1936 ജനനം. 21-ാം വയസ്സിൽ ഗുരുതര ശ്വാസകോശ രോഗം ബാധിച്ചു. രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം മുറിച്ചു നീക്കേണ്ടി വന്നു. അവിടെ മുതൽ ശ്വാസകോശ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായി. ബ്യൂനോസ് ആയിരസിലെ ബാല്യവും ചെറുപ്പവും പ്രത്യേകത ഒന്നുമില്ലാത്തതായിരുന്നു. രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. ലാബ് അസിസ്റ്റന്റായി ജോലി ചെയ്തു. കുറച്ചുകാലം ബാറിലെ സെക്യൂരിറ്റി പണിയും ചെയ്തിട്ടുണ്ട്. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ കുട്ടിക്കാലത്ത് ഹോർഹെ തനിക്ക് പ്രണയലേഖനം തന്നിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട് ഒരു അയൽക്കാരി രംഗത്ത് വന്നിരുന്നു. പ്രണയം നിരസിച്ചാൽ താൻ പാതിരിയാകുമെന്ന് അദ്ദേഹം പറഞ്ഞത്രേ. അമേലിയ ദെമോന്തയുടെ കഥയ്ക്ക് ഔദ്യോഗിക സ്ഥിരീകരണമില്ലെങ്കിലും അന്ന് പല മാധ്യമങ്ങളും ഇത് വാർത്തയാക്കിയിരുന്നു. അതെന്തായാലും 22-ാം വയസ്സിൽ ഹോർഹെ മരിയോ ബർഗോളിയോ ജെസ്യൂട്ട് സഭയിൽ ചേർന്നു. 1960-ൽ പരിശീലനം പൂർത്തിയാക്കി ജെസ്യൂട്ട് അംഗമായി. 1969-ൽ വൈദികനായി. ജെസ്യൂട്ട് സഭയിലെ പ്രധാന പദവികളിലേക്ക് അതിവേഗം ഉയർത്തപ്പെട്ട അദ്ദേഹം 4 വർഷങ്ങൾക്ക് ശേഷം അർജന്റീനയിലെ ജെസ്യൂട്ട് സഭയുടെ തലവനായി. ആ കാലത്ത് പട്ടാള ഭരണത്തിലായിരുന്നു രാജ്യം. സർക്കാർ വിരുദ്ധ നിലപാടെടുത്ത ജെസ്യൂട്ട് പുരോഹിതർക്കെതിരെ ബർഗോളിയോ നിലപാടെടുത്തത് പിൽക്കാലത്ത് വലിയ വിവാദമായി. 1980-ൽ സഭാ തലവൻ സ്ഥാനത്തു നിന്ന് മാറ്റപ്പെട്ട അദ്ദേഹം പിന്നീട് ശ്രദ്ധേയനായ പദവിയിലെത്തുന്നത് 12 വർഷങ്ങൾക്ക് ശേഷം. 1992-ൽ ബിഷപ്പും 98-ൽ ആർച്ച് ബിഷപ്പുമായി. 3 വർഷങ്ങൾക്ക് ശേഷം കർദിനാൾ. ഏറെക്കുറെ യാഥാസ്ഥിതിക പക്ഷക്കാരനായിരുന്ന അദ്ദേഹം സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്നതിനെതിരെ പരസ്യ നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് നിലപാടുകളിൽ മാറ്റം വരുന്നതാണ് ലോകം കണ്ടത്. 2013-ൽ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ തികച്ചും പുതിയ ദിശാബോധമുള്ള ആത്മീയ ആചാര്യനായി അദ്ദേഹം മാറിയിരുന്നു. തന്റെ മുൻകാല നിലപാടുകൾ പലതും അപക്വമാണെന്ന് മാർപ്പാപ്പയായ ശേഷം അദ്ദേഹം ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അധികാരത്തിന്റെ മഹോന്നതിയിൽ ഇരുന്നു കൊണ്ടുള്ള ഇത്തരം തുറന്നു പറച്ചിലുകളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കൂടുതൽ പ്രിയങ്കരനാക്കിയിട്ടുള്ളതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മാർപ്പാപ്പയെ ബസേലിയോസ് ക്ലീമിസ് ബാവ അനുസ്മരിച്ചു. നമുക്ക് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച് സംസാരിക്കുന്നതിന് നമുക്ക് അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർക്കെല്ലാം സന്തോഷമാണ്. കാരണം ഹൃദ്യമായ നടപടിക്രമം അദ്ദേഹം ഞങ്ങളോടെല്ലാവരോടും പുലർത്തിയിരുന്നു. സഭയില് അദ്ദേഹത്തിന്റെ സഹകാരികളോടൊക്കെ പുലർത്തിയിരുന്നു. ചില കാര്യങ്ങളിൽ അതീവ കാർക്കശ്യക്കാരനാണ് ഫ്രാൻസിസ് പാപ്പ എന്ന് ഒരുപക്ഷെ പലർക്കും അറിഞ്ഞുകൂടാ. നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സഭാ ശുശ്രൂഷയായിരുന്നു അദ്ദേഹത്തിന്റെ. അദ്ദേഹത്തിന്റെ മനസ്സ് വളരെ ആർദ്രതയുള്ളതാണ്. പ്രത്യേകിച്ച് ഈ അവഗണിക്കപ്പെടുന്നു, ദുർബലരായ മനുഷ്യർ, ആരുമില്ലാത്തവർ, അല്ലെങ്കിൽ അധികാരം കൊണ്ട് ഞെരുക്കപ്പെടുന്നവർ, അങ്ങനെയുള്ളവരോട് പാപ്പ അസാധാരണമായ ഒരു അടുപ്പം കാണിക്കും.